ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം ധനഹകാലം 3-ാം ഞായർ. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പിൻവാങ്ങി. ഗലീലിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യഹൂദായിൽ നിന്നും യെറൂസലമിൽ നിന്നും ഇദുമയായിൽ നിന്നും യോർദൻ അക്കരെ നിന്നും ടയറിന്റെയും സീദോന്റെയും പരിസരങ്ങളിൽ നിന്നും വലിയൊരു ഗണം ആളുകൾ അവൻ ചെയ്തതെല്ലാം കേട്ട് അവന്റെ അടുക്കൽ വന്നു. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കേണ്ടതിന് തനിക്ക് വേണ്ടി ഒരു ചെറുവള്ളം ഒരുക്കി നിർത്താൻ അവൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ അനേകരെ സുഖപ്പെടുത്തിയതിനാൽ ബാധകളുള്ളവരെല്ലാം അവനെ തൊടാനായി തിക്കിത്തിരക്കി വന്നു. അശുദ്ധാത്മാക്കൾ അവനെ കാണുമ്പോഴെല്ലാം അവന്റെ മുമ്പിൽ വീണു. നീ ദൈവപുത്രനാണ് എന്ന് നിലവിളിച്ച് അവന്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് നിലവിളിച്ച് പറയും. തന്നെ പ്രസിദ്ധമാക്കരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകിപ്പോന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ബോധിച്ചവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടാകുന്നതിനുമായി അവൻ 12 പേരെ വാഴിച്ചു. അവൻ ശിമയോന് പത്രോസ് എന്ന് പേരിട്ടു. സെബെദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ, ഇവർക്ക് ഇടിപുഴക്കത്തിന്റെ മക്കൾ എന്നർത്ഥമുള്ള ബൊവനെർഗസ് എന്ന് അവൻ പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പായുടെ മകനായ യാക്കോബ്, തദായിയോസ്, കാനാന്യനായ ശിമയോൻ, അവന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കരിയോത്ത്. മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് 7 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അവന്റെ സ്വന്തം നാട്ടിൽ ചിലര് പ്രസാദാത്മകമായിട്ടും ചിലര് നിഷേധാത്മകമായിട്ടും പ്രതികരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസിനെ സൂചിച്ചിട്ട് 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് 7 മുതൽ 12 വരെ അത് പ്രസാദാത്മകമായ പ്രതിസ്പന്ദമാണ്. 3-6 അവര് കൊല്ലാനായിട്ട് അത് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് അവസാനിച്ചത് നിഷേധാത്മകമായിട്ടാണ് 3-6. 7 മുതൽ പ്രസാദാത്മകമായ പ്രതികരണമാണ്. യേശുവിനോടുള്ള ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. യഹൂദാദേശത്ത് നിന്നും അതിന്റെ തലസ്ഥാനമായ യെറൂസലമിൽ നിന്നും ആളുകൾ ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ വരികയാണ്. ഗ്രാമീണർ മാത്രമല്ല, നഗരവാസികൾ വരുന്നുണ്ട്. ദരിദ്രർ മാത്രമല്ല, ധനികരും വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് 1-ാമത്തെ അധ്യായത്തിൽ യേശു തനിക്കുള്ള ശിഷ്യന്മാരെ തേടിയിറങ്ങി. ഇപ്പോൾ ജനം യേശുവിനെ തേടിയിറങ്ങുന്നു. 1-ാമത്തെ അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ തേടിയിറങ്ങി. ഈ അധ്യായത്തിൽ ജനം യേശുവിനെ തേടിയിറങ്ങുകയാണ്. അങ്ങനെയുള്ള ജനത്തിൽ നിന്നും കർത്താവ് 12 പേരെ വാഴിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷ പാഠം. ഇതിലത്തെ ചില വചനങ്ങൾ, എല്ലാ വചനങ്ങളും നമ്മൾ പരിഗണിക്കുന്നില്ല, ചിലത് മാത്രം നമുക്കൊന്ന് പരിഗണിക്കാം. പിൻവാങ്ങി എന്ന് കാണാം. പിൻവാങ്ങി, ശിഷ്യന്മാരുടെ കൂടെ പിൻവാങ്ങി. തന്റെ പ്രാണനെടുക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് യേശു തിരിച്ചറിഞ്ഞു 3-6. അപ്പോ ഈ പ്രാണനെടുക്കാനുള്ള ഗൂഢാലോചനയോടുള്ള കർത്താവിന്റെ ഒരു പ്രതികരണമാണ് പിൻവാങ്ങി എന്നുള്ളത്. കഫർനഹൂമിൽ നിന്നും ഗലീല കടലിന്റെ കരയിലേക്ക് പിൻവാങ്ങുകയാണ്. എങ്കിലും ഇത് ഒളിച്ചോട്ടമൊന്നുമല്ല. യേശു പ്രസംഗമോ രോഗശാന്തി ശുശ്രൂഷയോ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് തന്റെ പ്രാണനെടുക്കാനുള്ള ഗൂഢാലോചന നടക്കുന്ന സ്ഥലത്തു നിന്നും ഒന്ന് മാറി, എന്നിട്ട് തന്റെ പ്രേക്ഷിത ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ തുടരുമ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് കുറെ ആളുകൾ വരികയാണ്. അതിൽ നമുക്ക് 2 സ്ഥലങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ടതല്ല, നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. ഒന്ന് ഇദുമയ, പാലസ്തീനയുടെ ദക്ഷിണ ദിക്കില് ഏദോമ്യരുടെ നാട്. അതാണ് ഈ ഇദുമയ എന്ന് പറയണേ. ഉൽപ്പത്തി പുസ്തകം 25-30 കാണാം. ഏദോം എന്ന ഹീബ്രു വാക്കിനുള്ള ഗ്രീക്ക് തത്സമമാണ് ഇദുമയ. നിയമാവർത്തന പുസ്തകം 2:5 കാണാം. ഏദോം ഹീബ്രുവില്, ഇദുമയ ഗ്രീക്കില്. ബാബിലോണിയൻ പ്രവാസകാലത്ത് യഹൂദര് നാട് കടത്തപ്പെട്ടപ്പോൾ, അതായത് BC 503 പ്രാവശ്യം നാട് കടത്തൽ, 605, 597, പിന്നെ 587. അങ്ങനെ നാട് കടത്തപ്പെട്ടപ്പോൾ ഈ ഇദുമയ നിവാസികൾ, ഏതോ നിവാസികൾ യഹൂദദേശം കയ്യേറി. യെശയ്യായുടെ പുസ്തകം 34:5-6, യഹസ്കേല് 35:15, 36:5 കാണാം.
പക്ഷെ അവർ പിന്നീട് പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദ ജനത്തിന്റെ ഭാഗമായി മാറി. മഹാനായ ഹെറോദോസ്, അതായത് ഈശോയെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ച ഹെറോദോസ് ഉണ്ടല്ലോ, ഇതുമേക്കാരനായിരുന്നു. ഈ പറഞ്ഞ ഏതോം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹാഫ് ജ്യൂ എന്നൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും തെക്കുള്ള ഇതുമയ പ്രദേശത്തെ ആളുകൾ കർത്താവിനെ തേടി വന്നു. പിന്നെ ടയറിന്റെയും സീതോന്റെയും ഏറ്റവും വടക്കുള്ളത്, പാലസ്തീന്റെ ഏറ്റവും വടക്കുള്ളത് നഗരങ്ങളാണ് ഈ ടയർ, സീതോൻ. ഗലീലയുടെയും വടക്കാണത്. അപ്പോൾ തെക്ക് ഭാഗത്തുള്ള ഇതുമയ, വടക്ക് ഭാഗത്തുള്ള ഗലീല അല്ലെങ്കിൽ ടയർ, സീതോൻ, മധ്യഭാഗത്തുള്ള യഹൂദ, ജെറൂസലം, ഇങ്ങനെ വിശുദ്ധ നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ യേശുവിനെ തേടി ഇറങ്ങുന്നു. അതേസമയം ഇതൊരു മിശ്രിത ജനക്കൂട്ടമാണ്. പലരും യേശുവിന്റെ വാക്കുകൾക്ക് കാതോർക്കുന്നു. ചിലർ രോഗശാന്തികൾക്കായിട്ട് സമീപിക്കുന്നു. അപ്പോൾ ശരീരത്തിനെയും ഹൃദയത്തെയും ആത്മാവിനെയും സൗഖ്യപ്പെടുത്തുന്നവനാണ് യേശു എന്ന ഒരു ചിത്രം മാർക്കോസ് ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വചനം കേൾക്കാൻ വേണ്ടിയല്ല വന്നത്. ചിലർ രോഗശാന്തിക്കാണ്, ചിലർ മാനസാന്തരത്തിന് വേണ്ടിയാണ്, ആത്മീയമായിട്ടുള്ള ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ചിലർ ഒരു ജിജ്ഞാസയോടുകൂടി വരുന്നുണ്ട്, ചിലർ വെറും ഒരു നേരം പോക്കായിട്ട്, ചിലർ വളരെ സീരിയസ് ആയിട്ട്. അപ്പം ഇത് ഇങ്ങനൊരു, അത് നമുക്കറിയാലോ, എല്ലാ സുവിശേഷ പ്രഘോഷണം നമ്മൾ കാണുന്ന ഒരു സംഗതിയാണിത്. ഈ യേശുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയോട് കൂടിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ 3-ാമത്തെ അധ്യായം തന്റെ 6-ാമത്തെ വാക്യം അവസാനിച്ചത്. അങ്ങനെ താൻ കൊല്ലപ്പെട്ടാൽ എന്താണ് താൻ ചെയ്യേണ്ടത്? കൊല്ലപ്പെടുമെങ്കിൽ അതിനുള്ള പ്രതികരണമാണ് ഈ 12 പേരെ വാഴിക്കല്. താൻ കൊല്ലപ്പെട്ടാലും തന്റെ ശുശ്രൂഷ തുടരേണ്ടതുണ്ട്, ലോകാവസാനം വരെ തുടരേണ്ടതുണ്ട്. അതാണ് ഈ 12 പേരെ വാഴിക്കൽ എന്ന് പറയുന്നത്. 12 പേരെ മാത്രം സഗൗരവം വാഴിക്കുന്നതിലൂടെ യേശു യുഗാന്ത ഇസ്രായേലിന് രൂപം കൊടുക്കുകയാണ്. പഴയ ഇസ്രായേൽ എങ്ങനെയാണ്? യാക്കോബിന്റെ 12 മക്കളിൽ നിന്ന്. അപ്പൊ 12 പേരെ മാത്രം വാഴിക്കുമ്പോൾ ആ പഴയ ഇസ്രായേല് അതിനെ പുനരുദ്ധരിക്കുകയാണ്, വീണ്ടെടുക്കുകയാണ്, പുതിയ ഇസ്രായേലിന് രൂപം കൊടുക്കുകയാണ്. അതിലൂടെ പുതിയ ദൈവജനമാണ് രൂപപ്പെടുന്നത്. മിശിഹായുടെ നവീന കുടുംബം ആയ സഭയുടെ ന്യൂക്ലിയസ് ആണ് ഈ 12 പേര്. ഇത് ഞാൻ ആവർത്തിക്കുകയാണ്, കാരണം ചിലരൊക്കെ പൗരോഹിത്യമില്ല, ഈ സ്ട്രക്ചർ ഇല്ല, ഹൈറാർക്കി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ശരിയല്ല. കർത്താവിനൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. എല്ലാവരും തുല്യരാണെന്ന് കർത്താവ് കണക്കാക്കിയിട്ടില്ല. കർത്താവിന്റെ 12 പേരിൽ ഒരാളെ കർത്താവില്ല, ഒരാൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിനാണ് കൂടുതൽ രഹസ്യങ്ങളും അറിയാമായിരുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കിടക്കുന്നത്. പിന്നെ ഈ 12 പേര് തന്നെ 3 പേര് രൂപാന്തര ഭാവത്തിലും പിന്നെ ഗെത്സമൻ തോട്ടത്തിലും ഈ യായിറസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഇവർ 3 പേരെയാണ് അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. 12 പേരും കൊണ്ടുപോകുന്നില്ല, 3 പേരെ മാത്രം. 12 പേര്. പിന്നെ 12 കൂടുതലാണ് അപ്പസ്തലന്മാർ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ബർണബാസ്, പൗലോസ്, അങ്ങനെ കുറെ പേര്. പിന്നെ 72 ശിഷ്യന്മാര്. പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പത്രോസിന്റെ പെന്തക്കോസ്ത പ്രസംഗത്തിൽ 30,000 പേര് കേൾക്കുകയും 3,000 പേര് മാനസാന്തരപ്പെടുകയും ചെയ്തു. പക്ഷെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇല്ലേ, 1, 3, 12, പിന്നെ ഒരു 16 അല്ലെങ്കിൽ 18 അപ്പസ്തലന്മാർ അറിയപ്പെടുന്നവർ 12 വലിയ ഗ്രൂപ്പാണ്. പിന്നെ 70, 72, പിന്നെ 500. അപ്പൊ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അധികാര ശ്രേണി എന്ന് മാത്രമല്ല അർത്ഥം. ആ വാക്കിനർത്ഥം വിശുദ്ധമായ ഉത്ഭവം എന്നാണ്. വിശുദ്ധമായ കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിശുദ്ധമായ ഉത്ഭവത്തിലുള്ളതാണ്. അതിനകത്ത് ഒരു അധികാരമുണ്ട് താനും. അപ്പൊ ഈ 12 പേരെ ദൈവജനത്തിന്റെ ന്യൂക്ലിയസ് ആയിട്ട് കർത്താവ് വാഴിക്കുകയാണ്. തന്റെ പ്രവൃത്തിയും പ്രഘോഷണവും വഴി യേശു ശേഖരിച്ച പുതിയ കുടുംബത്തിന്റെ ഞങ്ങൾ എന്ന് വിളിക്കാവുന്ന ഒരു അവസ്ഥ, അതാണ് ഈ 12 പേര്. ഞങ്ങൾ, ഞാനെന്നല്ല, ഞങ്ങള്. അവരെ വളരെ അടുത്ത് ഇല്ലേ, ഇവരെ കർത്താവുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നവരാണ്. ഈ ഞങ്ങൾ എന്ന ഈ അവസ്ഥ സാർവലൗകികവും സാർവജനീനവുമാകാൻ, സർവ്വലോകത്തെയും സർവ്വജനത്തെയും ബാധിക്കുന്ന സഭയാകാൻ നിയോഗപരം ലഭിച്ചവരാണ്. ജന്മം കൊണ്ടല്ല, ദൈവത്തിന്റെ സജീവ ന്യായപ്രമാണമായ യേശുവുമായുള്ള സംയോജനം വഴിയാണ് ഈ കുടുംബത്തിലെ ഒരു അംഗമാകുന്നത്. ജന്മം കൊണ്ടല്ല. നമ്മൾ ജനിച്ചിട്ട് മാമോസം മുങ്ങണം. എന്തുകൊണ്ടാ? ഈ ദൈവജനത്തിന് അംഗമാകാൻ ദൈവത്തിന്റെ സജീവ ന്യായപ്രമാണമായ യേശുവുമായുള്ള സംയോജനം വേണം. അതേസമയം ഈ പുതിയ കുടുംബത്തിന് ഞങ്ങൾ എന്ന അവസ്ഥ ഒരു അമോർത്തമോ അടുക്കും ചിട്ടയും ഇല്ലാത്തത് ഒന്നുമല്ല, രൂപരഹിതമല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ 12 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. പക്ഷെ അങ്ങനെ തെരഞ്ഞെടുക്കുക, അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലമുകളിലേക്ക് കയറി.
12 പേര് വാഴിക്കുന്ന രംഗത്തിന് ഗാംഭീര്യം നൽകുകയാണ് ഈ പ്രവൃത്തിയിലൂടെ. ദൈവം സ്വയം ആവിഷ്കരിക്കുന്ന ഇടത്തെയാണ് മല എന്ന് ബൈബിൾ വിളിക്കുന്നത്. ദൈവം സ്വയം ആവിഷ്കരിക്കുന്ന ഇടം. യേശു ഇതുവരെ മർക്കോസിന്റെ സുവിശേഷം മരിച്ച് ഗലീല തടാകത്തിന് ചുറ്റുവട്ടത്തായിരുന്നു. അവിടെ നിന്ന് യേശു മലയിലേക്ക് കയറുകയാണ്. ഈ മലമുകളിലേക്കുള്ള ഈ ആരോഹണം ദൈവപിതാവുമായുള്ള അവന്റെ സംയോജനത്തെ ദ്യോതിപ്പിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ തിരക്കുകൾക്കും ഉദ്യമങ്ങൾക്കും പ്രവൃത്തികൾക്കും മീതെ ഉയരത്തിലെ സ്ഥലത്തേക്കുള്ള ഈ ഉന്നതത്തിലേക്കുള്ള കയറ്റമാണ് ദൈവപിതാവുമായുള്ള സംയോജനത്തിന്റെ ഇടം. ഈ കയറ്റം എന്തിനാണെന്ന് ലൂക്കാസ് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. ലൂക്കാസ് 6:12. ദൈവപിതാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. യേശുവിന്റെ ഈ രാത്രി പ്രാർത്ഥനയിൽ നിന്നാണ് പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ടിൽ നിന്നാണ്, സ്വർഗീയ യാഗപീഠത്തിൽ നിന്നാണ് 12 പേര് പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരായി പിറന്നു വീഴുന്നത്. പുരോഹിതന്മാർ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ 12 പേരെ പുരോഹിതന്മാരായിട്ടാണ് വാഴിക്കുന്നത്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു കൃത്യം വാഴിക്കൽ നടക്കുന്നത് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അന്ത്യത്താഴത്തിൽ വെച്ചിട്ടാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലാണ്. സത്യം കൊണ്ട് ഇവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ശരിക്കും വാഴിക്കൽ നടക്കുന്നത്. പക്ഷെ അതിനുള്ള പൗരോഹിത്യത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെയാണ്. ഈ പൗരോഹിത്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ രംഗത്താണ്. അതുകൊണ്ട് വാഴിച്ചു എന്ന് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. കാരണം ഈ വാഴിക്കല് ഒരു നിമിഷം നടക്കുന്നതല്ല. ഈ സെമിനാരി ചേരുന്ന ഒരു ഇതുണ്ട്. സെമിനാരി ചേരുമ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞ പുരോഹിതനായി ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ശ്ലൈഹിക കൈവപ്പിലൂടെ അത് വാഴിക്കൽ നടക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് മുമ്പാണ്. കർത്താവിന്റെ കൂടെ ആയിരുന്നു അങ്ങനെയാണ് ആ സംഗതി നടക്കുന്നത് ഈ 12 പേരെ വാഴിക്കുമ്പോൾ തന്നെയാണ്. വാഴിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പുരോഹിതന്മാരെ വാഴിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വാഴിച്ചു എന്ന് തന്നെ പറയണേ. ഈ യഹോവ സാക്ഷികൾ, പെന്തക്കോസ്തക്കാർ, പിന്നെ ദൈവസഭക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ KJV, കിങ് ജെയിംസ് വേർഷൻ. വളരെ നല്ല, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ല തർജ്ജമയാണ് ഈ കിങ് ജെയിംസ് വേർഷൻ. അതിനകത്ത് ഓർഡൈൻഡതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോയിന്റഡ് എന്നല്ല, നിയമിച്ചെന്നല്ല, ഓർഡൈൻഡ്, വാഴിച്ചെന്ന് തന്നെയാണ്. അതാണ് കറക്റ്റും. ആ പരിഭാഷയിലാണ് എൽഡേഴ്സ്, മൂപ്പന്മാർന്നോ ശ്രേഷ്ഠന്മാർന്നോ അല്ല, എൽഡേഴ്സ് എന്നല്ല, ബിഷപ്സ് എന്നാണ്. അതുപോലെ പ്രസ്ബിറ്ററോസ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. പിന്നീട് വന്ന തർജ്ജമകളിലാണ്, ഈ എക്യുമെനിക്കൽ തർജ്ജമകൾ വന്നപ്പോഴാണ് മെത്രാന്മാർ എന്നുള്ള വാക്കില്ലാതാക്കി, പുരോഹിതന്മാർ എന്നുള്ള വാക്കില്ലാതാക്കി. അപ്പോൾ അതിന്റെ ആ ധ്വനി സാന്ദ്രത നഷ്ടപ്പെട്ടു. മൂപ്പൻ, ശ്രേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മൂപ്പൻ എന്ന് വെച്ചാൽ പ്രായം കൊണ്ട് മൂപ്പനായി. പിന്നെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വരുന്നില്ല. ഈ ബിഷപ്പ് എന്നുള്ള അർത്ഥം എപ്പിസ്കോപ്പോസ് സ്കോപ്പ് ഇംഗ്ലീഷിലെ എപ്പിസ്കോപ്പോസ്, ആ ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. ഈ മേൽനോട്ടക്കാരൻ, ആ അർത്ഥം ഇല്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഈ തർജ്ജമകളിൽ. പക്ഷേ ഈ KJV, കിങ് ജെയിംസ് വെർഷനകത്ത് കുറച്ചുകൂടി നമുക്ക് നല്ല, അതായത് മൗലിക പാഠത്തോട് വളരെ ചേർന്ന് വരുന്ന ഒരു തർജ്ജമയാണത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ 12 പേരെ വാഴിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ നിന്നാണ്, രാത്രി പ്രാർത്ഥനയിൽ നിന്നാണ്, അതായത് ദൈവപിതാവും പരിശുദ്ധാത്മാവും പുത്രനും തമ്മിലുള്ള രാത്രി പ്രാർത്ഥന, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ആ പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ടിൽ നിന്നാണ്, ഈ രാത്രി പ്രാർത്ഥനയിൽ നിന്നാണ്, സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്നാണ് 12 പേര് പിറന്നു വീഴുന്നത് പുരോഹിതന്മാരായിട്ട്. അപ്പോൾ 12 പേരെ വിളി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, ഈ വാഴിക്കല് വെറും കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല, ആഴമേറിയ ദൈവശാസ്ത്രത്തിന്റെ അർത്ഥപ്പൊരുളുകളുള്ള സംഭവമാണ്. പുത്രൻ പിതാവുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് അവരുടെ വിളി ആവിർഭവിക്കുന്നത്. ആ സംഭാഷണത്തിലാണ് അവരുടെ തെരഞ്ഞെടുപ്പ് നങ്കൂരം വിട്ടിരിക്കുന്നത്. തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളവന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 9:38. ഈ യേശുവാക്യത്തെ മനസ്സിലാക്കാൻ ആരംഭ ബിന്ദു ഇവിടെയാണ്. തൊഴിലുടമ തൊഴിലാളികളെ ശേഖരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിളഭൂമിയിലെ വേലക്കാരെ നമുക്ക് വെറുതെ അങ്ങ് പെറുക്കിയെടുക്കാനാവില്ല. എപ്പോഴും ദൈവത്തോട് ചർച്ച ചെയ്യണം. തന്റെ സേവനത്തിനായി ദൈവം തന്നെ അവരെ തെരഞ്ഞെടുക്കണം. അതാണ് ഈ രാത്രി പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെ രാത്രി പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയിൽ നിന്നാണ് 12 പേരെ തെരഞ്ഞെടുക്കുന്നത്. 12 എന്ന സംഖ്യ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് സൂചിപ്പിച്ചു.
അത് പ്രതീകാത്മകമാണ്, സുപ്രധാനമാണ്. പഴയ ഉടമ്പടിയുടെ ഇസ്രായേലിന്റെ പ്രതിനിധികളായ യാക്കോബിന്റെ 12 മക്കള് പഴയ ഉടമ്പടി പ്രതിനിധികളാണ്. അതുപോലെ സഭയില് അത് പുതിയ ഉടമ്പടിയുടെ ജനത്തെ സ്ഥാപിക്കാൻ യേശു 12 പേരെ തിരഞ്ഞെടുക്കുന്നു. വാസ്തവത്തിൽ യേശു തന്നെയാണ് പുതിയ യാക്കോബ്. യാക്കോബിന് മറ്റൊരു പേരാണ് ഇസ്രായേല്. പുതിയ ഇസ്രായേല് യേശു തന്നെയാണ്. യാക്കോബ്, പുതിയ യാക്കോബ്, പുതിയ നിയമത്തിലെ യാക്കോബ്, പുതിയ നിയമത്തിലെ ഇസ്രായേല്. ആ ഇസ്രായേലിന്റെ 12 മക്കളായിട്ടാണ് ഈ 12 പേരെ തിരഞ്ഞെടുക്കണേ. തന്റെ വിശ്വരൂപത്തിന്റെ ഒരു ക്ഷണപ്രഭ നഥാനിയേലിന് വാഗ്ദാനം ചെയ്യുന്ന പ്രവചനത്തില് യോഹന്നാന്റെ സുവിശേഷം യേശു പറയുന്നുണ്ട്, സ്വർഗം തുറക്കുന്നതും മാലാഖമാർ അവന്റെ മേൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതും നീ കാണും. യോഹന്നാന്റെ സുവിശേഷം 1:51. സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഇത് സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ കയറി ഇറങ്ങുന്ന ഗോവണി പഴയ നിയമത്തിലെ യാക്കോബാണ്. പുതിയ യാക്കോബായി യേശു ഇവിടെ തന്നെ വെളിപ്പെടുത്തുകയാണ്. തന്റെ ശിരസിനരികിൽ വെച്ചിരിക്കുന്ന ഗോവണി സ്വർഗം വരെ എത്തുന്നതുമായി പഴയ നിയമത്തിലെ യാക്കോബ് ഇല്ലേ ഇസ്രായേലിൽ സ്വപ്നം കണ്ടു. ആ ഗോവണിയിൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആ സ്വപ്നം യേശുവിൽ പൂവണിഞ്ഞിരിക്കുന്നു. അവൻ തന്നെയാണ് സ്വർഗത്തിന്റെ കവാടം. അവനാണ് യേശുവാണ് യഥാർത്ഥ യാക്കോബ്, സുനിശ്ചിതമായ ഇസ്രായേല്. സുനിശ്ചിതമായ ഇസ്രായേലിന്റെ പിതാവായ മനുഷ്യപുത്രൻ യേശുവാണ്. അങ്ങനെ ഈ സുനിശ്ചിത യാക്കോബായ യേശുവിന്റെ 12 പുത്രന്മാരായി 12 സ്ലീഹന്മാരെ നിയമിക്കുക. അപ്പൊ യേശുവിന്റെ മക്കളായിട്ടാണ് അവരെ വാഴിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, ഒരിക്കലും ഇല്ല. പുരോഹിതന്മാരെ വാഴിച്ചെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും പറയും യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഒരിക്കലും ഇല്ല. ആ വാക്ക് അവർ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് കൈമാറ്റം എന്നുള്ള വാക്കല്ല ശരിക്കും തർജ്ജമ. അങ്ങനെ ഇനി പറഞ്ഞാൽ പോലും ഒരിക്കൽ പോലും കത്തോലിക്ക സഭ യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നെന്ന് പഠിപ്പിച്ചിട്ടില്ല. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഒരൊറ്റ പൗരോഹിതനേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. പിന്നെ നമ്മൾ പുരോഹിതന്മാർ വൈദികരെന്ന് വിളിക്കുന്നവര് ശുശ്രൂഷകരാണ്. അപ്പം നമുക്ക് പല പല തെളിവുകളുണ്ട്. ദൈവമാണ് സ്രഷ്ടാവ്. ആ സ്രഷ്ടാവ് എന്നുള്ള അവന്റെ പദവി ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇന്ന് സൃഷ്ടിക്കുന്നതോ മാതാപിതാക്കളിലൂടെയല്ലേ? ഇന്ന് അവൻ മനുഷ്യരെ സൃഷ്ടിക്കുന്ന മാതാപിതാക്കളിലൂടെയല്ലേ? മഹാപുരോഹിതൻ യേശുവാണ്, ഒരു സംശയമില്ല. പക്ഷേ അവൻ പൗരോഹിത്യ കർമ്മം അനുഷ്ഠിക്കുന്നത് പുരോഹിതന്മാരിലൂടെയാണ്. അത് കൈമാറ്റം ചെയ്തിട്ടല്ല. അവന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവ് അവർക്ക് ഇട്ടുകൊടുത്തിട്ടാണ്. കൈമാറ്റമല്ല, അത് പങ്കുചേർക്കാണ്. അവന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർക്കാണ്. സ്രഷ്ടാവിന്റെ സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കളെ പങ്കുചേർക്കുന്നത് പോലെ ഏകരക്ഷകൻ ക്രിസ്തുവാണ്. പക്ഷേ അത് മാത്രം പോരാ. ഞാൻ കുടിക്കുന്ന ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ മുങ്ങാൻ പോകുന്ന മാമോദിസം മുങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് സെബെദീപുത്രന്മാരോട് ചോദിച്ചത്. അപ്പൊ അവനോടൊപ്പം മരിക്കാൻ തയ്യാറായ ആളുകൾ വേണം. അപ്പോഴേ ഈ കുരിശ് എല്ലാവിടെയും സ്ഥാപിക്കാൻ പറ്റൂ. കുരിശ് സ്ഥാപിക്കാന്ന് പറഞ്ഞാൽ അവന്റെ രക്ഷയുടെ ഫലങ്ങള്, ആ രക്ഷയുടെ ഫലം കിട്ടണമെങ്കിൽ കുരിശ് എന്ന ജീവവൃക്ഷം അവിടെ ഇവിടെയൊക്കെ സ്ഥാപിക്കപ്പെടണം. അത് അവന്റെ ശിഷ്യന്മാരിലൂടെ നടക്കുക. അതുകൊണ്ട് ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ പറഞ്ഞത്. രക്ഷകൻ ഒന്നേ ഉള്ളൂ. പക്ഷെ രക്ഷ എന്ന് മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നത് സഭയിലൂടെയാണ്. ഏകമധ്യസ്ഥൻ യേശുവാണ്, ഒരു സംശയമില്ല. 1 തിമോത്തി 2:5. പക്ഷേ ആ ഏകമധ്യസ്ഥന്റെ പ്രാർത്ഥന മാത്രം പോരാ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകമധ്യസ്ഥന്റെ മധ്യസ്ഥയ്ക്ക് കുറവുണ്ടാകില്ല, കൂടുതലാണ്. അവന്റെ മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ തന്നോട് ചേർക്കുമ്പോൾ അവന്റെ മധ്യസ്ഥത്തിന് കൂടുതൽ വില വരികയും നമ്മുടെ പ്രാർത്ഥനകൾക്ക്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം വരികയുമാണ്. ദൈവം ഏകഛത്രാധിപതിയല്ല, എല്ലാം സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ. അവൻ എപ്പോഴും സഹകരണത്തിന്റെ ഭാഷയാണ്. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് ശരിക്കും പുതിയ യാക്കോബ്, പുതിയ ഇസ്രായേൽ യേശുവാണ്. അവന്റെ 12 മക്കളായിട്ടാണ് ഈ 12 പേരെ തെരഞ്ഞെടുത്ത് വാഴിക്കുന്നത്. അതിൽ പിന്നീട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ആവർത്തിക്കുക. യോനായുടെ പുത്രനെ ശെമിയോനെ എന്ന് പത്രോസിനോട് വിളിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ യോന യേശുവാണ്. പുതിയ നിയമത്തിലെ യോന, അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ യോനായുടെ പുത്രനായ ശെമിയോൻ എന്ന് പറയുമ്പോൾ പത്രോസിനെ യോനായുടെ പുത്രനാക്കുകയാണ്. അപ്പൊ ഈ ശരിക്കും ഒരു ആത്മീയ പുത്രന്മാരായിട്ട് 12 പേരെ വാഴിക്കുകയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വാഴിച്ചു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, പൊയ് ഏയോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ
പൊയ്യയ്യോ എന്ന് വാക്കുന്ന സൃഷ്ടിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ ശരിക്കും ആക്ഷരിക അർത്ഥം. ഉണ്ടാക്കി, സൃഷ്ടിച്ചു, നിർമ്മിച്ചു, നിവൃത്തിയാക്കി, നടപ്പിലാക്കി, ഉൽപ്പാദിപ്പിച്ചു, എണ്ണി, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. നടപടി 20, 24 അർത്ഥമുണ്ട്. അപ്പോൾ ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ അവൻ 12 പേരെ ഉണ്ടാക്കി എന്നാണ്. പഴയ നിയമത്തിന്റെ സെപ്തുജിന്ത് പതിപ്പില് പുരോഹിതന്മാരെ വാഴിക്കുന്നുള്ള സാങ്കേതിക പദമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാര് 12:31, 13:33, 2 ദിനവൃത്താന്തം 2:18 ഒക്കെ. മോശയെയും അഹറോനെയും വാഴിക്കുന്നതിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ശമൂവേൽ 12:6. യേശുവിനെ മിശിഹായും കർത്താവുമായി വാഴിച്ചതിനും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നടപടി 2:36, ഹെബ്രായ ലേഖനം 3:2. അതിനാൽ നിയമിച്ചു എന്നതിനേക്കാൾ നല്ല പരിഭാഷ വാഴിച്ചു എന്ന് തന്നെയാണ്. ഹി ഓർഡൈൻഡ് ദ 12. അവൻ വാഴിച്ചു. അപ്പസ്തോലിക ശുശ്രൂഷയെ പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് യേശു സ്ഥാപിക്കുന്നെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പസ്തോലിക ശുശ്രൂഷയെ പൗരോഹിത്യ ശുശ്രൂഷയായി യേശു സ്ഥാപിക്കുന്നു. 12 അപ്പസ്തോലന്മാരെ 12 പുരോഹിതന്മാരായി, തന്റെ മക്കളായി മാത്രമല്ല, തന്റെ 12 പുരോഹിതന്മാരായി വാഴിക്കുകയാണ് യേശു. അവരെ പേര് ചൊല്ലി, വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കുന്നതിലൂടെ ഇന്നത്തെ സുവിശേഷത്തിലുണ്ടല്ലോ, ഇസ്രായേലിലെ പ്രവാചകന്മാരുമായി അവർ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പസ്തോലിക ദൗത്യത്തെ പൗരോഹിത്യ ദൗത്യവുമായിട്ടും പ്രവാചക ദൗത്യവുമായിട്ടും കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. തന്റെ യുഗാന്ത കുടുംബത്തെ സ്ഥാപിക്കുന്ന അവസരത്തില് യേശു ശിഷ്യന്മാരെ നേരെ കൈ നീട്ടുന്നുണ്ട്. ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇവിടെയാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ഇങ്ങനെ കൈ നീട്ടിയിട്ടാണ് പറയണേ, ഇല്ലേ? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ ചോദിച്ചിങ്ങനെ കൈ നീട്ടുന്നുണ്ട്. മത്തായി 12:49. ആ കൈ നീട്ടുന്ന ഒരു വാഴിക്കൽ കർമ്മമാണ്. പൗരോഹിത്യ അഭിഷേകം നൽകപ്പെടുന്നത് കൈവപ്പിലൂടെയാണെന്ന് ആദിമസഭ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മെത്രാൻ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ അത് നല്ല വേലയ്ക്കുള്ള ആഗ്രഹമാണെന്ന് വ്യക്തമാക്കിയ വിശുദ്ധ പൗലോസ് 1 തിമോത്തി 3:1 തിമോത്തിയോസിനെ കൈവപ്പിലൂടെയാണ് മെത്രാനായി വാഴിച്ചത്. 2 തിമോത്തി 1:6 ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും പുരോഹിതന്മാരെ വാഴിക്കേണ്ടതിനാണ് ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടേച്ചു പോന്നതെന്ന് ഈ മെത്രാനോട് പൗലോസ് പറയുന്നുണ്ട്. തീത്തോസ് 1:5. അപ്പോൾ ഇവിടെ എപ്പിസ്കോപ്പോസ്, പ്രസ്ബിറ്ററോസ് ഇല്ലേ, മെത്രാൻ എപ്പിസ്കോപ്പോസ്. നമ്മൾ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ പറയില്ലേ, മെത്രാന്റെ എപ്പാർക്കി എന്നാണ് സീറോ മലബാർ സഭയിൽ രൂപതയെ പറയാ. എപ്പിസ്കോപ്പോസ് അല്ലേ, എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ മെത്രാൻ, അദ്ദേഹത്തിന്റെ ഏരിയയാണ് എപ്പാർക്കി. പ്രസ്ബിറ്ററോസ് ആ വാക്കിൽ പുരോഹിതൻ, പ്രീസ്റ്റ് എന്ന വാക്ക് തന്നെ വരണേ. അപ്പൊ ഇതൊക്കെ നമ്മൾ മൂപ്പൻ, ശ്രേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് തർജ്ജമ ചെയ്താൽ വേണ്ടത്ര അർത്ഥം കിട്ടില്ല. എനിവേ, നമുക്ക് പറഞ്ഞു വന്നത് 12 പേരെ കർത്താവിന്റെ പിന്തുടർച്ചയായി തന്റെ മക്കളായി സഭയാകാനുള്ള ന്യൂക്ലിയസ് ആയി സ്ഥാപിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് അങ്ങനെ ദൗത്യങ്ങൾ കൊടുക്കുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു. അതിലേക്കൊക്കെ നമ്മളിപ്പോൾ കിടക്കുന്നില്ല. ഈ 2-3 കാര്യങ്ങളൊന്നും ആവർത്തിച്ച് ഞാൻ നിർത്താം. ഒന്ന്, 12 പേരെ മാത്രം കർത്താവ് തെരഞ്ഞെടുക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ്. ആ ഗൗരവം കൂടുതൽ നമ്മൾ കാണുകയാണ്. അവൻ മലമുകളിലേക്ക് പോയി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നത് വളരെ ചുരുക്കം സന്ദർഭങ്ങളെ കർത്താവ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് കിടന്ന് പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് കർത്താവ്. പക്ഷേ ഇത് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള രാത്രി പ്രാർത്ഥന, ആ രാത്രി പ്രാർത്ഥനയുടെ സമാപനത്തിൽ ആ പ്രാർത്ഥനയിൽ നിന്ന്, പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ടിൽ നിന്ന്, ഈ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് പിറന്നു വീഴുകയാണ് 12 പേര്. അവര് സഭയുടെ ന്യൂക്ലിയസ്, കർത്താവിന്റെ എക്സ്റ്റൻഷൻ, കർത്താവിന്റെ തുടർച്ച, കർത്താവിന്റെ വിപുലീകരണം ആകാൻ വേണ്ടിയുള്ളവര്. ലോകാവസാനം വരെ നിലനിൽക്കേണ്ട, രക്ഷയുടെ ഉപകരണമായി നിൽക്കേണ്ട സഭയുടെ ന്യൂക്ലിയസാണ് ഈ 12 പേര്. അതാണ് ഈ രാത്രി പ്രാർത്ഥനയുടെ അർത്ഥം. മാത്രമല്ല അവർ പുരോഹിതന്മാരായി വാഴിക്കുകയാണ്. 12 സംഖ്യയുടെ പ്രാധാന്യം പറഞ്ഞു, പുതിയ ഇസ്രായേൽ എന്ന് പറഞ്ഞു. 12 അവർ പുരോഹിതന്മാരാണ്, പ്രവാചക ദൗത്യമുണ്ട്. ഇതെല്ലാം പിന്നെ ആ കൈവപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നീട് നൽകാനുള്ള ആ ശുശ്രൂഷയുടെ നാന്ദി കുറിക്കുകയാണ് ഈ കൈ നീട്ടുന്നതിലൂടെ. ചുരുക്കത്തില് ഇപ്പൊ നമ്മളെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെയാണ് ശരിക്കുള്ളത്. ഇവിടുന്ന് ഈ കത്തോലിക്ക സഭ തെറ്റിപ്പിരിഞ്ഞു പോയിരിക്കുന്ന ഈ പെന്തക്കോസ്തക്കാർ, യഹോവസാക്ഷികളൊക്കെ ഒന്നാമത്തെ അവർ ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളല്ല. അമേരിക്കയിൽ ഏതൊരാൾക്ക് തോന്നിയ ഒരു സംഘടന, അതിലെ അംഗങ്ങൾ. അവർക്ക് സ്ലൈക്ക് പിന്തുടർച്ചയില്ല, കൗദാശിക്ക് പിന്തുടർച്ചയില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത്ഭുതങ്ങൾ ചിലപ്പോൾ നടക്കണ്ടായിരിക്കാം. അത്ഭുതങ്ങൾ ലോകത്തിന് എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് വിവരിക്കാൻ പറ്റാത്ത എന്തോ സംഗതികളുണ്ട്. അതുകൊണ്ടൊന്നും ദൈവിക ജീവൻ നൽകുന്ന കൗദാശിക്ക് പിന്തുടർച്ച ഉണ്ടാകില്ല. ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ള അത്ഭുതങ്ങളല്ല രക്ഷയുടെ അടയാളം. മറിച്ച്
കൗദാശിക പിന്തുടർച്ചയിലൂടെ, ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ദൈവിക ജീവൻ നൽകപ്പെടണം. അത് നൽകപ്പെടുന്ന കൂദാശകളിലൂടെയാണ്. ആ ദൈവിക ജീവനിൽ വളർന്ന് അപ്പോഴാണ് ഈ രക്ഷയുടെ പ്രക്രിയ ആരംഭിക്കുന്നത്. പാപമോചനം, അല്ലെ, പാപമോചനം, മാനസാന്തരം, പാപമോചനം, അങ്ങ് ജീവിച്ച് ഈ ദൈവിക ജീവൻ പ്രാപിച്ച് അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കുക. ഇതാണ് രക്ഷ. അതിന് കുറെ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത്ഭുതങ്ങളല്ല ദൈവിക ജീവൻ നൽകാനുള്ള മാർഗം. അത് ശ്ലൈഹിക പിന്തുടർച്ചയും കൗദാശിക പിന്തുടർച്ചയുമാണ്. അതാണ് കർത്താവോട് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഈ നമുക്ക് നാട്ടിലൊക്കെ ഈ പ്രശ്നമുണ്ട്. വൈദികരോടും പിന്നെ മെത്രാന്മാരോടും നമുക്കൊക്കെ എതിർപ്പുണ്ട്, വെറുപ്പുണ്ട്. അതൊക്കെ ശരി തന്നെ. മാനുഷികമായിട്ട് അവർക്ക് ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. പക്ഷേ ദൈവികമായ അംശം നമ്മൾ അപ്പോഴും കാണാതെ പോകരുത്. ആ ദൈവികമായ അംശം കാണാതെ പോയാൽ സഭ വെറും ഒരു സംഘടനയായിട്ട് മാറും, വെറും ഭൗതിക സംഘടനയായിട്ട് മാറും. അതുകൊണ്ട് നമുക്കിപ്പം പല മെത്രന്മാർ കാണിക്കുന്നതും അച്ഛന്മാരെ കാണിക്കുന്നതും കണ്ടിട്ട് നമുക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ കാണിക്കുന്നുണ്ട്, നമുക്ക് പ്രയാസമില്ലേ എന്ന് വിചാരിച്ചവർ നമ്മുടെ മക്കളല്ലാതാവോ? അതുപോലെ തന്നെയാണ് പുരോഹിതന്മാരോ മെത്രാന്മാരോ കാണിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് നമുക്കറിയാം, നമ്മൾ വിമർശിക്കുന്നുണ്ട്. എങ്കിലും അവർ വെറുക്കാനോ ശത്രുക്കളെ കാണാനോ പാടില്ല. നമ്മളും അവനും ഒരേ വള്ളത്തിൽ, കർത്താവിന്റെ ഒരേ സഭ യാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ പരസ്പരം വിമർശിക്കുന്നത് നമുക്ക് തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയാണ്, ശുദ്ധീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വെറുക്കാനോ അകറ്റി നിർത്താനോ അവരെക്കുറിച്ച് അവരൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാമെന്ന് വിചാരിക്കാനോ വേണ്ടിയല്ല. അതിനാൽ പൗരോഹിത്യത്തിന്റെ വിശുദ്ധീകരണം നടക്കാൻ ഈ ധ്യാനം സഹായിക്കട്ടെ. അത് പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും സാധിക്കട്ടെ. നമുക്കും ഒരു 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 കഥാർസിസ് വെച്ചാൽ വൈകാരികമായിട്ടും ആധ്യാത്മികമായിട്ടൊരു ശുദ്ധീകരണം. വെറും ഒരു പർഗേഷൻ അല്ല, ഒരു 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 ക്ലൻസിങ് മാത്രമല്ല, ഒരു കഥാർസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകാരികമായിട്ട് നമുക്ക് എതിർപ്പുണ്ട് അല്ലെങ്കിൽ ദേഷ്യമുണ്ട്, അതും ശുദ്ധീകരിക്കപ്പെടണം, ആത്മീയമായും ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ഒരു കഥാർസിസ് നമുക്ക് നടക്കാൻ ഈ തിരുവചന പാഠം, ധ്യാനം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.